ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ പാട്ട് പഠിക്കാൻ വന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഗുരു അദ്ദേഹത്തെ ഒരു പാട്ട് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. ശിഷ്യന് നീരസം തോന്നി. ഗുരു അറിയാതെ ഒരു ദിവസം ശിഷ്യൻ ആശ്രമം വിട്ടു. വേറൊരു സ്ഥലത്തെ ഒരു സത്രത്തിലെത്തി. അവിടെ അന്ന് സംഗീതോത്സവം നടക്കുകയാണ്. ആ സംഗീതോത്സവത്തിന് എത്തേണ്ട പാട്ടുകാരൻ എത്തിയിരുന്നില്ല. സംഘാടകരിൽ ആരോ അറിഞ്ഞു ഇദ്ദേഹം പാടുമെന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് ഒരു പാട്ട് മാത്രമേ അറിയുള്ളൂ. എൻ്റെ ഗുരു എന്നെ ഒരു പാട്ട് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. സംഘാടകർ പറഞ്ഞു, നീ ആ ഒരു പാട്ട് പാടിയാൽ മതി. ശിഷ്യൻ പാടി. ആളുകൾ അന്ന് വരെ കേൾക്കാത്ത ഒരു പാട്ടായിരുന്നു അത്. ആനന്ദം കൊണ്ട് അവരുടെ ഉള്ള് നിറഞ്ഞു, കണ്ണ് നിറഞ്ഞ് അവർ ശിഷ്യൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ പാട്ട് വളരെ മനോഹരമാണ്. ആരാണ് അങ്ങയുടെ ഗുരു? അങ്ങയുടെ ഗുരു മഹാത്മാവാണ്. ശിഷ്യന് തിരിച്ചറിവുണ്ടായി. തിരിച്ചു ചെന്ന് ഗുരുവിൻ്റെ കാൽക്കീഴിൽ ശരണം പ്രാപിച്ചു. ഗുരു ഒരു വഴികാട്ടിയാണ്. അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ജ്ഞാനമാണ്. ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന വെളിച്ചമാണ്. കത്തിച്ച മെഴുകുതിരിക്ക് കോടാനുകോടി മെഴുകുതിരികളെ കത്തിക്കാൻ സാധിക്കും. എന്നാൽ കത്തിക്കാത്ത തീപ്പെട്ടിക്കോലിനും തീപ്പെട്ടിക്കും ഒരു മെഴുകുതിരിയെപ്പോലും കത്തിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ നമുക്ക് പറയാം, തീപ്പെട്ടിയിലും തീപ്പെട്ടിക്കോലിലും പ്രകാശം വർഷിക്കാനുള്ള കഴിവുണ്ടെന്ന്. പക്ഷെ അത് പ്രകാശം വർഷിക്കണമെങ്കിൽ അവിടെ ഒരാൾ വീണം. കോടാനുകോടി ജനങ്ങളുണ്ട്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് സാക്ഷാത്കാരം നേടിയ, ബോധോദയം നേടിയ ഒരു മഹാത്മാവുമായിട്ട് ബന്ധമുണ്ടാക്കാൻ കഴിയുക. ഒരു ഗുരുവിൻ്റെ ആഴം അളക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ എന്തോ ഒന്ന് ചെയ്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അർഹിക്കുന്നു, അർഹത കൊണ്ട് നേടാവുന്ന ഒന്നല്ല അത്. അദ്ദേഹത്തിൽ നിന്ന് ഒഴുകുന്ന അളവില്ലാത്ത കാരുണ്യമാണ്, സ്നേഹമാണ്, കൃപയാണ്. എൻ്റെ ജീവിതത്തിൽ ഗുരു വന്ന ആ ഒരു നിമിഷമാണ് ജീവിതം മാറാൻ തുടങ്ങിയത്. കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ തണല് അളവില്ലാതെ നൽകി എന്നെ ജീവിപ്പിച്ചതാണ് എൻ്റെ ഗുരു. ഇന്ന് ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ ജീവിതത്തിൽ വന്ന ഗുരുവാണ് കാരണം. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൽ നിന്നാണ്. മനുഷ്യരെന്ന നിലയിൽ നമുക്ക് നിസ്സഹായ അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒരു നഷ്ടമുണ്ടാകുമ്പോൾ, അത് നികത്താനാകാത്തതാകുമ്പോൾ നിസ്സഹായ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒരു രോഗമുണ്ടാകുമ്പോൾ, ആ രോഗം മാരകമാകുമ്പോൾ, അപ്പോഴും ഈ അവസ്ഥ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് വിവേകമില്ലാതിരിക്കുമ്പോൾ, ജ്ഞാനത്തിൽ ജീവിക്കാതിരിക്കുമ്പോൾ
വിശ്വാസം ഉള്ളിൽ ഉറക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആള് ചിന്തിക്കുക ആത്മഹത്യയെക്കുറിച്ചായിരിക്കും. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇവിടെ കടന്നുപോയ സമയത്ത് ഞാനും അതുപോലെ ചിന്തിച്ചു തയ്യാറെടുത്ത സമയത്ത് ഉള്ളു പറഞ്ഞു, ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുക, നീ നിന്റെ മനസ്സ് തുറക്കുക. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് വരികയും വന്ന സമയത്ത് ഞാൻ എവിടെയാണ് പോകേണ്ടത്, ആരെയാണ് കാണേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന ഈ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു നടക്കുമ്പോഴാണ്. ആ സമയത്ത് എൻ്റെ അരികിൽ ഒരു വാഹനം വരികയും വാഹനത്തിൽ ഞാൻ നോക്കുമ്പോൾ ഗുരു എന്നോട് ചോദിച്ചു, സുഖമാണോ? ആ ഒരു ചോദ്യം ശരിക്കും ഉള്ളിൽ തട്ടി തണുപ്പിച്ചു. ഗുരു ആ സമയത്ത് പറഞ്ഞു, നീ കുടീരത്തിലേക്ക് വാ, സെക്രട്ടേറിയറ്റ് പോയിട്ട് ഞാൻ പറഞ്ഞു എന്ന് അവരോട് പറയണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഞാൻ സെക്രട്ടേറിയറ്റ് പോയി പറഞ്ഞു. കേട്ട ആള് അവിശ്വാസത്തോടെ നോക്കി. കുറച്ചെന്തോ ഒന്ന് ചിന്തിച്ച് അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിക്കാൻ. അങ്ങനെ ഇരുന്ന് അല്പസമയം കഴിഞ്ഞ സമയത്ത് കുടീരത്തിലേക്ക് വിളിച്ചു. ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ കുറേ ആളുകൾ, നല്ല വെളുത്ത വസ്ത്രം, വൃത്തിയുള്ള വേഷം. ആ സമയത്ത് ഞാൻ എൻ്റെ വേഷത്തെക്കുറിച്ച് ചിന്തിച്ചു. ആ വേഷം പഴകിയതായിരുന്നു. ഞാൻ കുളിച്ച് വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ. എന്നെ കണ്ട ഗുരു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്നെ ചേർത്ത് നിർത്തിയിട്ട് തലോടി. ആ സമയത്ത് എന്തെന്നില്ലാത്ത ആശ്വാസം, സമാധാനം ഞാൻ അനുഭവിച്ചു. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പോയിട്ട് കിച്ചണിൽ പോയിട്ട് ആഹാരം കഴിക്കുക, എന്നിട്ട് സംസാരിക്കാം. അങ്ങനെ ഞാൻ കിച്ചണിൽ പോയി ആഹാരമൊക്കെ കഴിച്ച് കുളിച്ച് ശുദ്ധിയായിട്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ മനസ്സ് തുറന്നു. എല്ലാം കേട്ട് അദ്ദേഹം പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ നിന്റെ കൂടെയില്ലേ, എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ നിന്റെ ഗ്രാമത്തിലേക്ക് പോവുക. അങ്ങനെ ഞാൻ ഗ്രാമത്തിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഉള്ളിലേക്ക് എടുത്ത ആ ദിവസങ്ങളിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. കൂടുതൽ നേരം ജ്ഞാനത്തിലുമായി. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ശാന്തമായി, എനിക്ക് മാറ്റമുണ്ടായി. എനിക്ക് ചുറ്റുമുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു. ഇത്രയും ശക്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഇങ്ങനെയാണ് ശാന്തനായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്. അത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ ഉള്ളിൽ മാറ്റമുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് എനിക്ക് ചുറ്റുമുള്ള ആളുകൾക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് വീണ്ടും നിസ്സഹായ അവസ്ഥകൾ വരുന്ന സമയത്ത് നിഷേധ ചിന്തകൾ വരും, അതുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങൾ വരും. ആ സമയത്ത് വിശുദ്ധ ഗ്രന്ഥം എടുക്കും, വായിക്കാൻ നോക്കും. പക്ഷെ വിശുദ്ധ വചനങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങില്ലേ. ധ്യാനം ചെയ്യാനിരിക്കുന്ന സമയത്ത് നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ വല്ലാതെ വരും. വീണ്ടും ഞാൻ ഗുരുവിൻ്റെ അടുത്തേക്ക് ആശ്രമത്തിലേക്ക് വരും, അദ്ദേഹത്തെ കാണും. അപ്പം അദ്ദേഹത്തിൻ്റെ ആ സ്പർശത്തിൽ, നോട്ടത്തിൽ, വാക്കിൽ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ നിറവുണ്ടായിരുന്നു. അതിൽ ഞാൻ അലിയുന്ന സമയത്ത് എൻ്റെ മനസ്സ് ശാന്തമാകുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അതിനുശേഷം ഞാൻ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് കയറി. ധ്യാനിക്കുമ്പോൾ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്ന് ഇറങ്ങി. ആ സമയത്ത് ഞാനൊരു സത്യം മനസ്സിലാക്കുകയാണ്. ഞാൻ വായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിനേക്കാളും എത്രയോ ശക്തി ഗുരുവിൻ്റെ ആ നോട്ടത്തിന്, സ്പർശത്തിന്, കാരുണ്യത്തിന്, സ്നേഹത്തിന് ഉണ്ടെന്ന്. ധ്യാനത്തിനേക്കാൾ എത്രയോ ശക്തി അതിനുണ്ട്. അനുഭവ തലത്തിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശരിക്കും ഹൃദയം കൊണ്ടാണ്. ആ ഹൃദയം കൊണ്ട്
എന്നെ കേൾക്കുമ്പോഴാണ് എൻ്റെ ഭാഷ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ അന്ന് മുതൽ ശരിക്ക് അനുഭവം നൽകിയ അറിവിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുമ്പോഴും, നടക്കുമ്പോഴും, ഇരിക്കുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഗുരുവിനെ മനസ്സിൽ ധ്യാനിക്കാൻ തുടങ്ങി. നിസ്സഹായാവസ്ഥ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ആ ഘട്ടങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും മനസ്സിനെ ഗുരുവിലേക്ക് കേന്ദ്രീകരിച്ച് മനസ്സിനെ ശാന്തമാക്കാൻ തുടങ്ങി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ കാരുണ്യം, സ്നേഹം, ദയ, അനുകമ്പ എല്ലാം നൽകി എന്നെ ജീവിപ്പിക്കുന്നത് ഗുരുവാണ്. കാരണം ഇനി എൻ്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ആഹാരം കഴിക്കണം എന്നായിരുന്നു. ദാരിദ്ര്യം നിറഞ്ഞ ഒരു ചുറ്റുപാടിലാണ് ജനിച്ചത്, വളർന്നത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് സമൂഹം അടിച്ചേൽപ്പിക്കുന്നതാണ്. അവിടെ ശരീരത്തിനും മനസ്സിനും വേദനയുണ്ട്. ഉപവാസം എന്ന് പറഞ്ഞാൽ ഒരാൾ ബോധപൂർവം സ്വീകരിക്കുന്നതാണ്, എടുക്കുന്നതാണ്. അവിടെ ശരീരവും മനസ്സും ശുദ്ധമാവുന്നുണ്ട്, ശാന്തി അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒരു നിമിഷത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതെല്ലാം നമ്മുടെ ഭൂമിയിൽ ഉണ്ട്. ആ ആവശ്യങ്ങൾ നിറവേറ്റി ഏതൊരാളും ജീവിക്കുകയാണെങ്കിൽ ഒരാളും ദാരിദ്ര്യം അനുഭവിക്കില്ല. ദാരിദ്ര്യം, പട്ടിണി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വേദനയാണ്. എല്ലായിടത്തു നിന്നും മാട്ടിയിറക്കപ്പെടും, അവഗണിക്കപ്പെടും. ഒരാൾ നമ്മളെ സ്വീകരിക്കില്ല. അനുഭവം നൽകിയ അറിവിൽ നിന്ന് പറയുന്നതാണ്. ആ അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. സ്കൂളിൽ പോയിരുന്നത് ശരിക്കും പഠിക്കാനായിരുന്നില്ല, ഉച്ചക്കുള്ള ഉപ്പുമാവിന് വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ ഒരു കടല വിൽപ്പനക്കാരനുണ്ട്. പരിമിതമായിട്ടുള്ള ആ സാഹചര്യത്തിൽ നിന്ന്, അറിവിൽ നിന്ന് കടല വിൽപ്പനക്കാരനാകാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പം എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട സമയത്ത് ഞാൻ ദൈവനിഷേധിയായി. ഞാൻ എൻ്റെതായ ഒരു ലോകത്ത് പോയി. അവിടെ കുറച്ച് പുസ്തകങ്ങളും എന്നെപ്പോലെ വേദനിക്കുന്ന കുറച്ച് കൂട്ടുകാരും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപകർഷതാബോധം എൻ്റെ ഉള്ളിൽ വല്ലാതെ നിറഞ്ഞു. പുസ്തകങ്ങൾ വായന തുടങ്ങിയ സമയത്ത് ഞാൻ ചിലത് എഴുതാൻ തുടങ്ങി. നാടകങ്ങൾ എഴുതാൻ തുടങ്ങി, കഥകൾ, കവിതകളൊക്കെ എഴുതാൻ തുടങ്ങി. അതിലൂടെ ഞാൻ ശക്തമായിട്ട് എൻ്റെ ഉള്ളിലുള്ള പ്രതിഷേധം, സമൂഹത്തിനോടുള്ള പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. പക്ഷേ ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് മൈക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് വല്ലാത്തൊരു വിറയും അപകർഷതാബോധമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. എൻ്റെ ജീവിതത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ദിവസമെങ്കിലും മൈക്കെടുത്ത ആളുകളുടെ മുന്നിലൊന്ന് സംസാരിക്കുക. 2-2.5 മണിക്കൂർ നാടകം നടക്കുന്ന സമയത്ത്, ആ ഇനാഗ്രേഷൻ സമയത്ത്, ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കും. ആളുകൾ എന്നോട് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? എനിക്കൊന്നും അതൊന്നും വേണ്ട. പക്ഷെ എനിക്കത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സംസാരിക്കാനായിട്ട്. അങ്ങനെ ഗുരുവിൻ്റെ ഒരു വചനം എന്ന് പറഞ്ഞാൽ, സദ്ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ സമൃദ്ധി നിറയുന്നു, ദാരിദ്ര്യം ഇല്ലാതാകുന്നു, എന്തിനെന്നറിയാതെ സന്തോഷം നിറയുന്നു, നമ്മൾ കൂടുതൽ കൂടുതൽ പ്രകാശിക്കുന്നു, നമ്മുടെ കഴിവുകൾ വികസിക്കുന്നു, പാടാൻ കഴിയാത്ത ആൾ നന്നായിട്ട് പാടുന്നു, ചിത്രം വരക്കാൻ കഴിയാത്ത ആൾ ചിത്രം വരക്കുന്നു, ആഹാരം പാചകം ചെയ്യാൻ അറിയാത്ത ഒരാൾ ആഹാരം പാചകം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഗുരു വന്ന സമയത്ത് അക്കാഡമിക്കലായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സംഭവമൊന്നും വലിയ പിൻബലമൊന്നും കിട്ടാത്ത ഞാൻ ഇന്ന് 2 ബുക്സ് എഴുതി. ഒന്ന് ഗുരുസാന്നിധ്യം എന്ന് പറഞ്ഞ ബുക്ക്, കേരളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ അതിൻ്റെ അവതാരിക എഴുതി. രണ്ടാമത് മൗനത്തെക്കുറിച്ചുള്ളൊരു ബുക്ക്, നിത്യൻ അറിഞ്ഞ മൗനം. ഗുരുസാന്നിധ്യം ബുക്ക് 4 പതിപ്പുകളായി. ശരിക്ക് വായന ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം അതായിരുന്നു, ഒരു എഴുത്തുകാരനാവണം. പക്ഷെ ഇന്ന് ഞാൻ എഴുത്തുകാരനായി. ഇന്ന് ഞാൻ ആളുകളുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ കുട്ടിക്കാലത്ത്, എൻ്റെ കൗമാരത്തിൽ, എൻ്റെ യൗവനത്തിൻ്റെ തുടക്കത്തിലൊക്കെ ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ സ്വപ്നമായിരുന്നു. ഇത് എൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ
ഒരു ഗുരു എൻ്റെ ജീവിതത്തിൽ വന്നു. ഇന്ന് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണൽ ആവോളം നൽകി എന്നെ ജീവിപ്പിച്ച് നിർത്തുന്നത് ഗുരുവാണ്. അദ്ദേഹം എനിക്കൊരു വഴികാട്ടിയാണ്, വെളിച്ചമാണ്. അതായത് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചത്, അദ്ദേഹം എൻ്റെ അടുത്ത് ഞാൻ ആദ്യമായി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നീ പോയിട്ട് ആഹാരം കഴിക്കും, കിച്ചണിലേക്ക് പോയിട്ട്. രണ്ടാമത് എന്നോട് പറഞ്ഞത്, ഏത് സാഹചര്യത്തിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ശരിക്ക് അനുഭവം നൽകിയ ചെറിയതായിട്ടുള്ള അറിവിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഇത് രണ്ടും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ശരിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു പുണ്യാത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ശരിക്ക് മനസ്സ് വല്ലാത്തൊരവസ്ഥയിൽ ആവുകയാണ് ചെയ്യുന്നത്. ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിശ്ചലമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ആ നിശ്ചലമായ അവസ്ഥയിൽ ആ ഗുരുവിനെ മനസ്സിൽ ധ്യാനിക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരാനന്ദം നിറയുന്നുണ്ട്. അതെനിക്ക് തോന്നിയിട്ടുള്ളത് ജ്ഞാനത്തിലൂടെക്കാളും കിട്ടുന്ന എന്തോ ഒന്ന് ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകും. ഇപ്പം ദൈവത്തെ നിഷേധിച്ച് ഞാൻ ശരിക്കും ദൈവം എന്താണ്, അത് സ്നേഹമാണ്, അത് കരുണയാണ്, സ്വാതന്ത്ര്യമാണ്, ശാന്തിയാണ് എന്ന് എല്ലാം അറിഞ്ഞത് എൻ്റെ ഗുരുവിൻ്റെ അരികിലേക്ക് എത്തിയപ്പോഴാണ്.